മാമ്പഴം 10 ആദ്യഘട്ടം നവരസം എന്ന വിഷയത്തിൽ പാർവതി ചൊല്ലുന്ന ഒരു കവിതയോടുകൂടി അവസാനിക്കുകയാണ്. ഈ കവിത ചൊല്ലാനായി പാർവതിയെ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. പാർവതി, മാമ്പഴം 10 ഈ ആദ്യഘട്ടത്തിലെ അവസാനത്തെ കവിതയാണ്. ഏത് കവിതയാണ് ചൊല്ലുന്നത്? ഞാൻ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ വടക്കംപാട്ട് എന്ന കവിതയാണ് ചൊല്ലുന്നത്. നന്നായിട്ട് കവിത ചൊല്ലി.
ഈ കവിതയോടൊപ്പം മനോജും വരുണും കിച്ചു കൃഷ്ണകുമാറും ജോയി കാട്ടാക്കടയും ചേർന്നൊരു വടക്കംപാട്ടും മേളവും ഉണ്ടാക്കി അല്ലെ. നല്ലൊരു അന്തരീക്ഷം ഉണ്ടായി. വടക്കംപാട്ട് ജനതയുടെ, പൊരുതുന്ന ജനതയുടെ, പോരാടുന്ന ജനതയുടെ, പണിയെടുക്കുന്ന ജനതയുടെ ജീവന്റെ പാട്ടായിരുന്നു. അതുകൊണ്ടാണ് വൈലോപ്പിള്ളി മാഷ് അത് പടയ്ക്ക് പോകുന്ന, അവിടെ ആങ്ങളമാർ പടയ്ക്ക് പോകുന്ന, യുദ്ധത്തിന് പോകുന്നവർക്ക് വരെ ഊർജ്ജമാണ് ആ പാട്ട് എന്ന് പറയുന്നത്. ഇത്രയും വലിയ സംസ്കാര ബലമുള്ള ഒരു പാട്ട് സംസ്കൃതിയാണ് വൈലോപ്പിള്ളി മാഷ് കവിതയാക്കിയിരിക്കുന്നത്. അതിന്റെ വീറും അർത്ഥവും ഒക്കെ മനസ്സിലാക്കി തന്നെയാണ് പാർവതി ചൊല്ലിയത്. അഭിനന്ദൻ. നന്ദി സർ. കുരീപ്പുഴ സർ. മലയാളത്തിലെ കവിത ഉണ്ടായത് കടത്തനാട്ടായിരിക്കാനാണ് സാധ്യത. അതിന് കാരണം ഇത്രയും വിപുലമായിട്ടുള്ളൊരു ഗാനശേഖരം അതാരെഴുതിയെന്നറിയാൻ വയ്യ. അമ്മമാരുണ്ടാക്കിയതായിരിക്കും. അരയ്ക്കുമ്പോഴും മംഗലത്തിനെ അരയ്ക്കുന്ന സന്ദർഭത്തിലും ഞാറ് കൃഷി ചെയ്യുന്ന സന്ദർഭത്തിലും ഒക്കെയാണ് അവർ ഉണ്ടാക്കിയത്. അവർ വടക്കംപാട്ട് പാടുന്നത് വേറെ രീതിയിലാണ്. അറ്റും മണം മേലെയുണ്ണി അർച്ച ഉണം കഴിഞ്ഞങ്ങുറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ട് വെണ്ണ് ഈ രീതികൾ തുടർച്ചയായിട്ടാണ് അവര് പാടുന്നത്. വേഗതയ്ക്കാണ് അലോസരൊന്നും ഉണ്ടാക്കാതെ ഭംഗിയായിട്ട് ചൊല്ലി. വടക്കംപാട്ട് വന്നപ്പോൾ ആ രീതി മാറ്റിയത് നന്നായി. നല്ല ആലാപന രീതിയായിരുന്നു. നന്ദി സർ. പാർവതിക്ക് 50-ൽ 48 മാർക്ക്. നന്ദി സർ. കുരീപ്പുഴ സർ. 48 മാർക്ക്. നന്ദി സർ. മാമ്പഴം പത്തിലെ ഈ ആദ്യ ഘട്ടത്തിലെ അവസാന കവിതയ്ക്ക് 196 മാർക്ക് ലഭിച്ചു. അഭിനന്ദനങ്ങൾ.